ഇന്നുണ്ടല്ലോ നല്ല സന്തോഷം നിറഞ്ഞ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്നൊരു പുലർച്ചെ 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോണതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. നമ്മളെ ഹോം ഷോപ്പിൻ്റെ ഒരു സംഗമം നടക്കുന്നുണ്ട്. പോക്കറ്റ് മാർട്ട് ഓൺലൈൻ ലോഞ്ചിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കളമശ്ശേരിയിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കളമശ്ശേരിക്ക് എത്രത്തോളം ദൂരം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ വീട് നിലമ്പൂരാണ്. നിലമ്പൂരിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പോയെങ്കിലുള്ളൂ നമുക്ക് 9:30 ആകുമ്പോഴാണ് അവിടെ പരിപാടി നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് 2 ബസ്സാണ് കേട്ടോ പോണത്. അരീക്കോട്ട് നിന്ന് ഒരു ബസ്സും ഉണ്ട്, നിലമ്പൂരിൽ നിന്ന് ഒരു ബസ്സും ഉണ്ട്. അപ്പം നിലമ്പൂരിൽ നിന്നാണ് ഞാനും എൻ്റെ കൂടെയുള്ള അനീഷയും ഞങ്ങളെ HSOമാരും ഈ ഒരു ബസ്സിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പോഴൊന്നും ഞാൻ ബസ്സിൻ്റെ ഒരു മൂലക്കിൽ ഇരുന്നിട്ടേ നല്ല ഉറക്കിലേനി കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ മൈക്കിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് പിന്നെ എണീക്കുന്നത്. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു. നമ്മൾ അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ആദ്യം എല്ലാവരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തി. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു. പിന്നെ പാട്ടായിട്ടും ഡാൻസായിട്ടും നല്ല അടിച്ചു പൊളിയേനെ കേട്ടോ. പിന്നെ പുറത്തേക്കൊക്കെ നോക്കിയാലും നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വെളിച്ചമൊക്കെ വെച്ചല്ലോ. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് ബീച്ചിലെത്തിട്ടോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ 2 ബസ്സുണ്ട്. ഒന്ന് അരീക്കോട്ട് നിന്ന് പോരുന്ന ബസ്സും ഒന്ന് നമ്മളെ നിലമ്പൂരിൽ നിന്ന് പോരുന്ന ബസ്സും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 2 കൂട്ടർ ഒരുമിച്ചു. അപ്പോൾ അവിടെ ആ ബീച്ചിൻ്റെ അടുത്താണ് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കടലൊക്കെ കണ്ട് കടലിൽ നിന്ന് തിരമാല വരുന്നതൊക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ നോക്കി നിന്നൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടുന്ന് പോവണ്ടേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളപ്പുണ്ട്, അതേപോലെ തന്നെ നൂൽപുട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിക്കുകയാണ് എല്ലാവരും. പിന്നെ നമ്മൾ പുലർച്ചയ്ക്ക് 4 മണിക്കാണ് നിലമ്പൂരിൽ നിന്ന് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 3:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നേരത്തെ ഇറങ്ങിയതല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ ഞാനൊരു വെള്ളപ്പം 2 നൂൽപുട്ടൊക്കെ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. നൂൽപുട്ടോ വെള്ളപ്പോ എന്ത് വേണേലും കഴിക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്. സത്യം പറയാലോ, ഞങ്ങളെ കൂട്ടത്തിൽ ഇതുപോലെ അങ്ങനെ പുറത്തിറങ്ങാത്ത ഒരുപാട് വീട്ടമ്മമാരുണ്ട്. പുറത്തിറങ്ങാത്തതെന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെ കുറച്ച് ലോങ് യാത്ര ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളൊന്നും ഇല്ലാതെ ഇങ്ങനെ കുറച്ച് ദൂരമൊന്നും യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഹോം ഷോപ്പിൽ വന്നിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയതും ഒരുപാട് ആളുകളെ നമ്മൾ പുതിയ ആളുകളെ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു ഹോം ഷോപ്പിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കടപ്പുറത്ത് കൂടെ കുറച്ച് സമയമൊക്കെ നടന്ന് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ എല്ലാവരും നിന്നിട്ട്. അപ്പോൾ കാളികാവ് ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ 2 CLCമാരും പിന്നെ 6 HSOമാരുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഞങ്ങളെ മാനേജ്മെൻറ്റ് ടീമിൻ്റെ കീഴിലുള്ള CLCമാർ. അങ്ങനെ ഞങ്ങൾ കടപ്പുറമൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ സാറ് പറഞ്ഞു ഇനി വേഗം പോര്, ഇല്ലാന്നുണ്ടെങ്കിൽ സമയം വേഗം നമുക്ക് അവിടെ എത്താനെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. എന്തായാലേ ഞാനൊരു കഥ വായിക്കും പോലെ ഉണ്ടല്ലേ പറയണത്. എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അധികം കുക്കിംഗ് വീഡിയോസ് അല്ലേ ചെയ്യല്, ഇങ്ങനത്തെ വ്ളോഗ് അങ്ങനെ ചെയ്യലില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചളി. അപ്പം നമ്മൾ ബസ്സിൽ കയറി പിന്നെ വീണ്ടും യാത്ര തുടർന്നു. അപ്പം നമുക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ടേ വീഡിയോ എടുക്കാൻ നല്ല സുഖമായി. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല തെളിഞ്ഞ ആകാശവും കായലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇതാ ബസ്സിൽ നല്ല ഡാൻസ് നടക്കുന്നുണ്ട്. മ്യൂസിക് ഇട്ട് കഴിഞ്ഞാലേ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂസിക് ഇടാത്തത്. സത്യം പറയാലോ ഈ ഒരു യാത്ര എല്ലാവരും നന്നായിട്ട് കടലിനക്കരെ ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു. പാട്ട് പാടിയത് സീതേച്ചിയാണ് കേട്ടോ. എൻ്റെ ഒരു HSO ആണ്. നന്നായിട്ട് പാടും, അതേപോലെ തന്നെ ഡാൻസൊക്കെ കളിക്കൂട്ടോ. പിന്നെ നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോകും. ഈ തെരുവ് നാടകമൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പോകലുണ്ട്. അപ്പം ചേച്ചി പാട്ട് പാടിയപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്.
പിന്നെ ചേച്ചിക്ക് അങ്ങനെ വീഡിയോ എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേച്ചി പറയും വീഡിയോ എടുക്കാൻ, അങ്ങനെ വീഡിയോ എടുത്താണ്. നമ്മൾ ഒരാളെ സമ്മതമല്ലാതെ ഓരോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പം അതൊരു മോശമുള്ള പരിപാടിയല്ലേ. അങ്ങനെ നമ്മളങ്ങനെ വലിയ ബ്ലോക്കിലൊന്നും പെട്ടതൊന്നുമില്ല. അങ്ങനെ കളമശ്ശേരിയിലെത്തി. ഇതാണ് കേട്ടോ, ഇവിടെയാണ് നമ്മളെ പരിപാടി നടക്കുന്നത്. സംറ കൺവെൻഷൻ സെൻറ്റർ കളമശ്ശേരി. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഹോം ഷോപ്പ് സംഗമം നടക്കുന്നത്. നല്ല വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്. ഞങ്ങളെ കൂടെ പോകുന്ന ആൾക്കാർ ഒരുവിധ ആളുകളൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഒക്കെ ഫസ്റ്റാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഹോം ഷോപ്പിൽ വന്നിട്ടാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റിയതും. ഈ ഒരു ഹാളൊക്കെ കണ്ടാലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ, നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എറണാകുളത്ത് ഹോം ഷോപ്പ് സംഗമത്തിലേക്ക് ഞങ്ങൾ പോയ യാത്രയും അവിടെ നടന്ന പരിപാടികളും ഞങ്ങൾ കുറച്ച് എന്താ പറയുക, കുറേ ഹോം ഷോപ്പ് HSOമാരും അതുപോലെ തന്നെ ഒരുപാട് CLCമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ സന്തോഷങ്ങളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പരിപാടികളൊക്കെ ആണ് ചെറിയൊരു രീതിയിൽ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമല്ലാതെ വെറും കുക്കിംഗ് വീഡിയോസ് മാത്രം കാണുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തോളി. കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ ശ്രീ MP രാജേഷ് മന്ത്രിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ഇതുവരെ എത്ര വലിയൊരു വേദിയിൽ ഇത്രയും വലിയ വിശിഷ്ട വ്യക്തികളുടെ മുന്നിലൊന്നും നമ്മൾ വന്നിരുന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു വേദിയൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ച്. ഇവിടെ നമുക്ക് ഹോം ഷോപ്പിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ തരുന്ന MEമാരുണ്ട്. ആ MEമാരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ ഫീൽഡിൽ പോകുന്ന HSOമാരുടെ അനുഭവങ്ങളും ഒക്കെ നമുക്കിവിടെ കേൾക്കാൻ പറ്റിട്ടോ. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാനിതിങ്ങനെ ഓൺ വോയിസിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആളുകളുടെ സൗണ്ടും ഒക്കെ കൂടെ ആവുമ്പോൾ ഒരു പെരപ്പരേക്കാരം, പിന്നെ മൈക്കിൽ പറയണതൊന്നും ശരിക്കും കേൾക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓൺ വോയിസ് ഇടാഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഓരോരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ഇത്തവിടെ ഇത്താൻ്റെ അനുഭവം പറഞ്ഞു. ആ ഇത്ത കുറേ വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചിയിൽ സാധനങ്ങളൊക്കെ അതന്നെ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി സഞ്ചിയിൽ കൊണ്ടുപോയി വീടുകൾ തോറും കൊണ്ടുപോയി വിൽക്കണ പണിയായിരുന്നു ആ ഇത്താക്ക്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ ഒരു കാലത്ത് അങ്ങനത്തെ ജോലി ചെയ്ത് ഇപ്പോൾ ആ ഇത്താൻ്റെ കീഴിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഇത്താക്ക് ഒരു ഫാക്ടറി തന്നെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷം. അല്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, ഇപ്പം കുറേ അംബാനിനെയൊക്കെ നോക്കുകയാണെങ്കിലും അവരുടെ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ആൾക്കാർ തന്നെ നല്ല ഉയരത്തിലെത്തുള്ളൂ. എന്നും ഒരേപോലെ ആവില്ലല്ലോ. നമ്മളങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അപ്പോൾ എന്നോട് തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമുക്ക് തന്നെ 1,00,000 മേലേക്ക് നമുക്ക് ഫാമിലി ഉണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് 1,25,000 മുകളിലായിപ്പം. അപ്പോൾ നമ്മളോട് ഞാനിങ്ങനെ ഇങ്ങനത്തെ ജോലികളൊക്കെ ഇങ്ങനെ ഹോം ഷോപ്പ് CLCക്കായി വർക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്, അങ്ങനെ എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിലൊക്കെ വരുമാനം ഞാനും ഉണ്ടാക്കുന്നുണ്ട്. കാറ്ററിംഗ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ തന്നെ ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക എന്നുള്ളത് അറിയൂല, അതേപോലെ തന്നെ ഒന്നും ചെയ്യാൻ അങ്ങോട്ട് തോന്നണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളത് മനസ്സിൽ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ സമയവും കാലമൊന്നും നോക്കാൻ നിൽക്കണ്ട. സമയവും കാലമൊന്നും നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഒന്നും എത്തൂല. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് നമുക്ക് ആ ജോലിക്ക് ഇറങ്ങുക. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വർക്കത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ ഇപ്പോൾ ആരും നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരൂല. എന്നാൽ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്ന് തരൂലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടാലുള്ളൂ നമ്മളെ കീശയിൽ പൈസ വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം ഷോപ്പ് ഓണർമാരെന്ന് പറഞ്ഞാൽ, ഹോം ഷോപ്പ് HSOമാരെന്ന് പറഞ്ഞാൽ ഈ ഹോം ഷോപ്പിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയവും കാലവും ഒന്നുമില്ല. ഹോം ഷോപ്പ് HSOയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഇന്ന് എത്ര വീടുകളിൽ പോകണം, ഇന്നത്തെ എൻ്റെ വരുമാനം എത്ര വേണം എന്നുള്ളത് ആ ഒരു HSOയാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമ്മളെ സൗകര്യത്തിനാണ് നമ്മൾ ജോലിക്ക് ഇറങ്ങണത്. പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണോ? അല്ല. പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും 9:30 ആകുമ്പോഴത്തേന് കടയിലെത്തണം. അതുപോലെ തന്നെ 5 മണി ആവാതെ കടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. അങ്ങനെയുള്ള നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മളെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒരു 2 മണിക്കൂറും വൈകുന്നേരം ഒരു 2 മണിക്കൂറും പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സംഖ്യ കയ്യിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ HSOമാർക്ക് വേണ്ട ഓരോ മാസം വിൽക്കാനുള്ള സാധനങ്ങൾ നമ്മൾ CLCമാർ അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യം പൈസ വാങ്ങി ഒന്നും ചെയ്യില്ല. അവരിത് വിറ്റിട്ടാണ് നമുക്ക് പൈസ തരുന്നത്. നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മളെ കയ്യിൽ പൈസ വേണ്ട. ആദ്യം നമ്മൾ കുറച്ച് പൈസയിലും നമ്മൾ ഇറക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാവുമ്പോൾ അങ്ങനെയല്ല. ബിസിനസ് ചെയ്യണമെങ്കിൽ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ നമ്മളെ വീടുകളിൽ എത്തിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക്. അത് വിറ്റ് എല്ലാ മാസവും ലാസ്റ്റാണ് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ബില്ല് ക്ലോസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലുള്ള ഹോം ഷോപ്പ് ഓണർമാരാവാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം പറയാൻ കാരണം. നമ്മൾ ഈ ഹോം ഷോപ്പിനെ കുറിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ കാണിക്കുക അല്ലെങ്കിൽ ഹോം ഷോപ്പിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കലുണ്ട്, എനിക്കിതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ കേട്ടോ, ഇടവണ്ണുള്ള ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇതുപോലെ HSO ആവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപേക്ഷയൊക്കെ CDSലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കണ വീട്ടമ്മമാരുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളെ CDSൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അങ്ങനെ 2-3 ദിവസത്തെ ട്രെയിനിങ് തന്നതിന് ശേഷമുള്ളൂ നിങ്ങളെ ഫീൽഡിൽ ഇറക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും HSO ആയി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ CDS ആയിട്ട് ബന്ധപ്പെടുക കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു തൊഴിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിന് നമുക്ക് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല. നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങാം. അതേപോലെ തന്നെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, നമ്മളെ ഉമ്മമാർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നല്ലൊരു സന്തോഷമാണത്. അപ്പം അതിനും വേറെ ഹസ്ബൻഡുമാരെ കയ്യിൽ നിന്ന് കൈ നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്താ, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പഴംപൊരി ചായയൊക്കെ കുടിച്ചിട്ടോ, പിന്നെ ഗ്ലാസ്സൊക്കെ കേൾക്കണമുണ്ട്. ചായ കുടിച്ചു. പിന്നെ ചായ കൂടി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനായി. വെറും ഫുഡ് അടി തന്നെയാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. ചായയും പഴംപൊരിയൊക്കെ ഇപ്പം നേരെ കഴിച്ചിട്ടുള്ളൂ. അപ്പം ഫുഡ് കഴിക്കാനായപ്പോൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും ഫുഡിനുള്ള വരിയിലൊക്കെ പോയി നിന്ന് പ്ലേറ്റൊക്കെ കൊണ്ട്. നല്ല ഫുഡ് അതിന് കേട്ടോ. ചോറും ഒരുപാട് കറികളും ഉണ്ട്. ഇനി മീൻ കറി ഉണ്ട്, ബീഫ് വരട്ടിയത്, ചിക്കൻ വരട്ടിയത്, പിന്നെ അവിയൽ, സാമ്പാർ, എന്തൊക്കെയോ മാമ്പഴ പുളിശ്ശേരിയോ എന്തൊക്കെയോ ഉണ്ടായിന് കേട്ടോ. ഒരുപാട് കറികളുണ്ടായിനി. കറികളും തോരനും ഒക്കെ ഉണ്ടായിനി. ഫുഡ് 2-3 സ്ഥലത്തുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കുന്നത്. ഇതാ കണ്ടോ, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് കൊടുക്കാൻ. ഓരോ കൗണ്ടർ ഓരോ സ്ഥലത്തുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഫുഡൊക്കെ വിളമ്പി തരുന്ന മക്കളുണ്ടല്ലോ, അവരൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കളാണ് കേട്ടോ. ഒക്കെ സ്റ്റുഡൻസുകളാണ്. അപ്പോൾ ഞാൻ അവരൊക്കെ ആയിട്ട് പരിചയമായി. അപ്പോൾ അവരും കൂടെ അവരെ ആവശ്യത്തിന് അവരെ രക്ഷിതാക്കളോട് കൈ നീട്ടണ്ടല്ലോ. അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് അവരും ചെറിയ രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കണ്ടപ്പോൾ. എൻ്റെ ചിഞ്ചുമോൾ അത്ര പോകുന്ന കുട്ടികളാണോ ഒക്കെ. അപ്പോൾ എൻ്റെ ചിഞ്ചുമോളും ഇതേപോലെ വെക്കേഷനിലൊക്കെ പറഞ്ഞിനി കേട്ടോ, അമ്മച്ചി ഞാനിങ്ങനെ കടയിൽ നിൽക്കട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചിനി. അപ്പം ഞാനും ബാബുവൊക്കെ ചീത്ത പറഞ്ഞു, ഇപ്പം അതിനൊന്നും ആയിട്ടില്ല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് അറിയാം എന്തിനാ ഇപ്പം അതിന് മടി കാണിക്കണത്, നമുക്ക് നമ്മളെ ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടണമെങ്കിൽ നല്ലതല്ലേ, എൻ്റെ ആവശ്യത്തിന് അമ്മച്ചിനോട് ചോദിക്കണ്ടല്ലോ അങ്ങനെയൊക്കെ ചെറിയ ആവശ്യങ്ങൾക്ക് കേട്ടോ, വലിയ ആവശ്യങ്ങൾക്കൊന്നും അല്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ എത്രങ്ങാനും ക്യാഷ് വേണം. അപ്പോൾ ഒക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കും ഉണ്ടാവും ഒരു മടിയോ, വലിയ കുട്ടികളാവുമ്പോൾ അങ്ങനെയല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആവൂലേ. അപ്പോൾ എന്തായാലും എനിക്കും ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചോറും ചിക്കൻ വരട്ടിയതും ബീഫ് വരട്ടിയതും പിന്നെ മീനും പിന്നെ സാലഡും അവിയലും തോരനും അച്ചാറും ഇഷ്ടംപോലെ കറികളുണ്ട്. ചോറ് കുറച്ചുള്ളൂ അല്ലേ, കറികളും ഉപ്പേരികളും കൂട്ടാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പ്ലേറ്റ് നിറയെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല വയറ് നിറച്ച് തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പായസം ഉണ്ട്, അതേപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ഞാൻ വാങ്ങിച്ചിട്ടില്ല, പിന്നെ പായസമൊക്കെ എടുത്തു, നല്ല അടപ്പായസം, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും പരിപാടിയൊക്കെ തുടങ്ങി. നമ്മളെ ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും നമ്മളെ സീറ്റിൽ വന്നിരുന്ന് പിന്നെ അങ്ങനെ ഓരോ ജില്ലയിലും വരുന്ന HSOമാരോട് അവരെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവരവരെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു.
എല്ലാവർക്കും കുടുംബശ്രീനെ കുറിച്ചിട്ട് നല്ലതേ പറയാനുള്ളൂ. കാരണം കുടുംബശ്രീ ഒരു പ്രസ്ഥാനമാണെന്നാണ് ഓരോരുത്തരും ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ. അവരനുഭവങ്ങളാണ് അവർ പറയുന്നത്. കുടുംബശ്രീന്ന് ഈ ലിങ്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ ജില്ലാ മിഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കുടുംബശ്രീ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ലിങ്കേജ് ലോണൊക്കെ എടുത്ത് ഒരുപാട് സംരംഭം തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. ആ സംരംഭങ്ങളൊക്കെ വിജയിക്കുമ്പം പിന്നെ ജില്ലാ മിഷനോടും കുടുംബശ്രീനോടൊക്കെ നമ്മൾ നന്ദി പറയണ്ടേ. അങ്ങനെ വിജയിച്ചിട്ടുള്ള ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ വീണ്ടും ചായ കുടിക്കുന്ന ടൈമായിട്ടോ. അപ്പോൾ കൊഴുക്കട്ടിയും ചായയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം HSOമാർ ഞങ്ങളും നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. നമുക്ക് അങ്ങനെയാണല്ലോ, പുറത്തിറങ്ങിയാൽ പിന്നെ അല്ലേ ഫോട്ടോസ് എടുത്താലും മതിയാവില്ല. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയായിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, കുറേ കാലം കഴിയുമ്പം കാണുമ്പോഴൊക്കെ. അപ്പോൾ ഞാനും അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ആക്കി എടുത്തതും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതും ഒക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയുക, ഞാനൊക്കെ ബസ്സിലൊക്കെ പോകുന്ന ഛർദ്ദിക്കണ ആളേന് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എങ്ങോട്ടേലും പോയാൽ ഞാൻ തലവേദനയും കൊണ്ടാണ് വരല്. അപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ മലപ്പുറം ടീം എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞാനൊന്നും കൂടെ പറയാണ് കേട്ടോ, സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോം ഷോപ്പ് HSO ആയി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ CDSൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക. അപ്പോൾ കുറച്ച് അപേക്ഷകളൊക്കെ CDSൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അങ്ങനെ ട്രെയിനിങ്ങും കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് HSO ആയി വർക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നമ്മളെ ജില്ലാ മിഷനോട് ഒരുപാട് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ അവസരം തന്ന നമ്മളെ മാനേജ്മെൻറ്റ് ടീമിനോടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.